നമ്മുടെ മുറ്റത്ത് ഒരു കിടിലൻ കാറ് വന്നിരിക്കുകയാണ് കേട്ടോ. കാറല്ല, ഇത് മറ്റേ റേസിങ് കാറില്ലേ, ഈ മൈക്കൽ ഷൂമാക്കറൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു സാധനമാണ് കൊണ്ടുവന്നത് ആരല്ല, ഇന്നത്തെ നമ്മുടെ ക്യാമറാമാൻ മിഥുൻ RC മച്ചാൻ. എന്തുട്ടാന്ന് അപ്പോൾ ആള് ഇന്ന് കാലത്ത് അതിരാവിലെ ഒരു 6:30 വരാമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വെളിച്ചമായിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇത്തിരി ബൈക്കും ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, കിടിലൻ സാധനം കൊണ്ടുവന്നിട്ടാണ് വന്നിട്ടെന്ന് പറഞ്ഞിട്ട് കാറ് കൊണ്ടുവന്നോണ്ട് ഇങ്ങോട്ട് നമ്മള് ഇതാണ് ഇവന്റെ മാമന്റെ താഴെയുള്ള മോള് അനിക അല്ലേ, ഇവളാണ് ഇതിന്റെ ഒരു ഡ്രൈവർ. അത് നല്ല കനുണ്ട് കേട്ടാ. ഇത് ഒന്ന് പൊക്കിയ എടുത്തേ. ഇതിന്റെ പ്രകടനം കാണിക്കാൻ പോണല്ലോ ഇവിടെ. ഇതിന്റെ വില എത്രയെന്ന് അറിയോ? 1 ലക്ഷം രൂപയാണ് ഇതിന്റെ വില. ഇത് നിനക്ക് ആരെ സമ്മാനമായിട്ട് തന്നത്? കണ്ണൂരുള്ള സമീർ തന്നതാണ്, സമ്മാനമായിട്ട് തന്നതാണ്. ഇവന്റെ പ്രകടനം കണ്ടിട്ട് തന്നതാണ്. ഇത് ബാംഗ്ലൂർ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രകടനം ഇവൻ ആരാണെന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. പ്ലെയിൻ്റെ ആളാണ് കാറ്. നമുക്ക് ഈ മിറ്റതാണ് കിടന്ന് പിടയ്ക്കാൻ പോകേണ്ടത്. ബ്രേക്ക് ഇതിന് ഡിസ്ക് ബ്രേക്കുള്ളതാണ്, പെട്രോളിലാണ് അല്ലേ പറഞ്ഞു കൊടുത്ത ഇതിന്റെ പ്രവർത്തനം. ഓടി കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടാ. ഇവൻ പോണപ്പോ തീ പാറൂടെ കിടന്നിട്ട് എറിയാടാ അവിടെ നിന്ന് ഓടി വന്നു. എന്തിനാണ് സ്ഥലല്ലേ ഇതിനോടാനായിട്ട്. പേടിയ സാധനം. അപ്പൊ ഈ സാധനം ഇവന്റെ മെയിനായിട്ട് വിമാനം പറത്തിപ്പിക്കലാണ്. വിമാനമാണ് മെയിനായിട്ടുള്ളത് അല്ലേ. ഇതിനെ ഓടിപ്പിക്കാനായിട്ട് ഇവിടെ സ്ഥലം പോരാ, വലിയ ഗ്രൗണ്ട് വേണം. വലിയ ഗ്രൗണ്ട് അല്ലേ. ഇത് എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകും? മാക്സിമം 75 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നു ഈ സാധനം. പണി പഠിക്കണം. അപ്പൊ അത് ഇങ്ങനത്തെ ഒരു സാധനം. അത് ശരി. ഇത് പെട്രോൾ 1 ലിറ്റർ പെട്രോളിന് എത്ര മൈലേജ് കിട്ടും? അങ്ങനെ 80 രൂപ പെട്രോൾ, 20 രൂപ ഓയിൽ. അപ്പോൾ ഒരു 3/4 മണിക്കൂർ ഓടിപ്പിക്കല്ലേ. ഇത് ഓടിപ്പിക്കുമ്പോൾ വല്ല മാനസിക സംതൃപ്തിന്റെ ടെൻഷൻ കുറയൂ. ഇത് ഓടിച്ചിട്ട് ടെൻഷൻ കുറയില്ല. വിമാനം ഓടിക്കുമ്പോൾ ടെൻഷൻ കുറയും. ഇത് അവൾക്ക് ഓടിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ബ്രേക്ക് ഊരിട്ടാണ് കൊടുക്കാത്തത്. ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് ടെൻഷൻ ഇല്ല. ഇതിപ്പോ നേരെ കൊണ്ട് ഓടിക്കേ. എന്നെ പുറത്താക്കിയില്ലേ. അപ്പൊ നമുക്ക് പറമ്പിലേക്ക് പോവാം. നമ്മള് ചെറിയേട്ടൻ്റെ അവിടേക്ക് വന്നിരിക്കുന്ന കേട്ടാ. അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ തങ്കാഞ്ചി തൃപ്പുണിതറന്ന് വന്നപ്പോൾ തന്നിട്ടുള്ള ഒരു മധുരക്കിഴങ്ങാണ്. കണ്ട ഈ കളർ മധുരക്കിഴങ്ങ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ അവിടെ നിന്ന് ചെറിയേട്ടൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൻ്റെ 2 തണ്ട് എടുത്തിട്ട് നമുക്ക് കുഴിച്ചിടാൻ ചെയ്തു. ഇത് നന്നായി ഉണ്ടാവും എന്ന് പറഞ്ഞു ചെറിയേട്ടനെ. അപ്പോൾ ഇതിൻ്റെ തലയിൽ നിന്ന് 2 എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും അവിടെ വയ്ക്കാം. പെട്ടെന്ന് ഇതാവും, പടരുന്ന സാധനം. അങ്ങനെ ഒരു ഗുണമുണ്ട്. കണ്ട. പിന്നെ ഇത് ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത് ഇതിൻ്റെ മധുരക്കിഴങ്ങ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ നാമാവശേഷമായി പോയി. ഇവിടെ ഇങ്ങനെ മണ്ണിൽ പടർന്ന് കിടക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. കണ്ട ഇതിലിപ്പോൾ ഉണ്ടായി നിൽക്കുന്നുണ്ടാവും ഒരു ഉള്ളിലുണ്ടാവും. ഞാൻ 2 തണ്ട് പൊട്ടിക്കാൻ വന്നതാ. മണ്ടേ കൂടെ 2 കിഴങ്ങ് കൂടി എടുത്തു.
അങ്ങനെയില്ല. അങ്ങനെയില്ലേ? കണ്ട ഇത് ഈ വേരുകളുണ്ട ഇവിടെ തന്നെ വേരുകളായി. ഇനി ശരി. ഇനി ഇവിടുന്ന് നമ്മുടെ കൃഷി സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാവണം, അതാണ് ഒരാഗ്രഹം. ഇതല്ല എൻ്റെ പപ്പകളുണ്ടാവും, ഒക്കെ വലുതായി, ഒക്കെ ഉഷാറായി. നമ്മുടെ പപ്പകൾ അത്ര വലിപ്പമില്ല. വാ, നീ കണ്ട ശംഖുപുഷ്പം കൃഷി ചെയ്യുന്നുണ്ട? ആ കണ്ട ശംഖുപുഷ്പം കണ്ട? ഇതേ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് കണ്ട? ആ ഇത് ഇവിടെ 1, 2, 3 വലിയ ഇതുകളാണ് ശംഖുപുഷ്പം. അപ്പോൾ ആളുകൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളമല്ലേ, അതിപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് കുടിക്കുന്നുണ്ട്. ശംഖുപുഷ്പം പല രോഗങ്ങൾക്കും പ്രതിരോധമാണെന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടുന്ന് 2 ഈ പുതിനേര തണ്ടും കൂടിയും കൊണ്ടുപോകാം നമുക്ക്. നമ്മുടെ പുതിനേര തണ്ട് ക്ലിക്കാവണില്ല. ഇതാണ് പുതിനേര ഇഷ്ടം പോലെ കണ്ട. 2 കൊണ്ടുപോയിട്ടേ അതെന്തിനാ പിടിച്ച് കിട്ടണില്ല. ഇപ്പോൾ ആദ്യം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടായതായിരുന്നു, പിന്നെ ഈ സാധനം പുറത്തേക്കൊക്കെ 2 എടുക്കുക. പുതിനി അപ്പോൾ ഇതെടുത്ത് അങ്ങോട്ട് പോവുക, നമ്മുടെ പണിയിലേക്ക് പോവുക. ബ്രോയിലർ അതിലെന്താ ഇതിൽ നട്ടോണത്? പുതിനി തന്നെ ഇല്ല. ഞാൻ 2-3 പുതിന പിടിക്കുന്നില്ല. ഈ മധുരക്കിഴങ്ങ് വെച്ചിട്ടുണ്ടോ വല്ലപ്പോഴും? ഞാൻ ഒരു കൊല്ലം ഉണ്ടായിയാ? ചെറുതുകൾ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ആ തെങ്ങിൻ്റെ ഇടയ്ക്കില വെച്ചത്. ആ ചെറുതൊരു അത്ര അധികം ഉണ്ടായിരുന്നില്ല. അത് വെക്കുന്ന നഷ്ടാവോ? ഞാൻ 2 കളറും വയ്ക്കാൻ പോവാ. മറ്റേ ഈ ഇതുണ്ടല്ലോ. പിന്നെ കുറേ സാധനങ്ങൾ കൂടി ഞാൻ ഇവിടെ കൊണ്ടുപോയി മണ്ണുത്തിരി പോയിട്ട് വാങ്ങിച്ചോണം കേട്ടോ. കുറേ സാധനങ്ങൾ കൂടി വാങ്ങിച്ചോണം. അതിൽ കുറേ തൈകളൊക്കെ ഇന്നലെ കുഴിച്ചിട്ടു. കേട്ടോ തണ്ണിമത്തൻ്റെ തൈകൾ കേട്ടോ. തണ്ണിമത്തൻ്റെ തൈകൾ 2 തണ്ണിമത്തനുണ്ട്. ഇത് സാധാരണ തണ്ണിമത്തൻ, ഇത് കിരൺ. പിന്നെ ഇതാണ്ട, ഇത് ചൊരയ്ക്ക, ഇത് ചൊരയ്ക്ക തൈകൾ. പിന്നെ തക്കാളിയിൽ ഞാൻ കുറേ നട്ടു. പിന്നെ ഇത് ബീൻസിൻ്റെയാണ്. തടമൊക്കെ ഉണ്ടാക്കി നട്ടു. മണിത്തക്കാളിക്ക് ഉണ്ടായി തുടങ്ങി കണ്ട. അതേ കണ്ട നോക്കിയേ കണ്ട, പൂവിട്ട് തുടങ്ങി. എല്ലാം മണിത്തക്കാളിയാണിത്. അപ്പോൾ നമ്മൾ ഈ മണ്ടയിൽ ഞാൻ ഈ സാധനം നട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇത് ഈ വെള്ളരിക്ക. അപ്പോൾ അത് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ അതായത് ഈ തിണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ ഇവിടെ. അപ്പോൾ ഈ സൈഡിലാണ്ട് നമ്മുടെ മധുരക്കിഴങ്ങ് നടാൻ ചെയ്തു നന്നായിട്ട്. അവർ എവിടെയാണ്ട് ഒരു ശല്യമില്ലാണ്ട്, ഞങ്ങൾ ആർക്കും ശല്യമില്ലാണ്ട് ഒതുങ്ങി കൂടി കഴിഞ്ഞോളാം എന്ന് പറയുന്ന ടീമാണ് ഈ മധുരക്കിഴങ്ങ്. കാരണം അവർക്ക് ആരോടും ഒരു പ്രതികാര ബുദ്ധി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ശാന്തമായി അവർ അങ്ങനെ ഒരു എന്താ പറയുക, ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ടീമല്ല അവർ. അപ്പോൾ ഇതിൽ ആളുകൾ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചവറ് നന്നായി ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചവറ് നന്നായിട്ട് ഇട്ട് കൊടുത്തത് ഇനി ഇതിന് മണ്ണിളക്കാണ് കൂടുതൽ വേണ്ടത്. ഏതിന് ഈ മധുരക്കിഴങ്ങ് ഉണ്ടാകുമ്പോഴേ ഇവിടെ ഈ ഇതിൻ്റെ വിത്തുകൾ മുളച്ചിട്ട് കണ്ട നോക്കിയേ. ഇത് കണ്ട, ഇത് തുമ്പിയേ അത്. ഇത് നമ്മുടെ മണിത്തക്കാളിയുടെ തൈകളാണ് കണ്ട. നമ്മുടെ വീട്ടിൽ മണിത്തക്കാളി കണ്ടമാനുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ തൈകളാണിത്. അതിവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ തൈകളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ നമ്മൾ കൈയോടെ തന്നെ ഇത് കുഴിച്ചിടും വേണം. അതായത് നമ്മുടെ പണി ഒരു സാധനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന്. അതായത് ഒരു പണി ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് 2 തൈ കണ്ടു,
ഉടൻ തന്നെ അവരപ്പനെ കൊണ്ടുപോയി കുഴിച്ചിടണം, അല്ലെങ്കിൽ പിന്നെ ഇവർ നാശാവില്ല. അതെ, ഈ തെങ്ങിൻ്റെ ഇടയ്ക്ക് മുഴുവൻ മണിത്തക്കാളി നട്ടു. വേണ്ട വലിയ വലിയായിട്ട് തണി തക്കാളി. അപ്പോൾ നമ്മൾ സമയം കളയാൻ പറ്റില്ല ഇവർക്ക്. അപ്പോൾ ദേ കണ്ട, അതാണ്ട് അവരാണ്ട് ഇവിടെ ഉണ്ടായുള്ളൂ. കണ്ട, ഒരു കുഴപ്പമില്ല. എന്നിട്ട് അപ്പനെ വെള്ളം ഒഴിച്ച് കൊടുക്കും വേണ്ട. ഇതാണ് അതായത് അപ്പോൾ ചില സമയത്ത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴേ, നമ്മളിപ്പോൾ ഒരു വീട്ടിലത്തെ ഒരു പണി ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലത്തെ പണി അത് മാത്രമായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കും. മനസ്സിലായ? നീ ഇപ്പോൾ ഒരു വിമാനത്തിൻ്റെ സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ ആ വിമാനത്തിൻ്റെ പണിയില്ല മാത്രം ചെയ്യുക, വേറെ പണിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഇത് ചെയ്യില്ലല്ലോ. വേറെ പണി അത് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ തോന്നില്ല. പക്ഷെ നമ്മുടെ മൈൻഡ് പോകും. ഇവിടുത്തെ കൃഷിപ്പണി രീതി ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കണ്ട, ഇനിയിപ്പോൾ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നോക്കണം. അപ്പോഴേക്കും അവിടുത്തെ മറന്നുണ്ടാവും. ആ സമയത്തായിരിക്കും വേറൊരു കാര്യം ആലോചിക്കുക. ഇങ്ങനെ മാറ്റി മറിച്ചിട്ടാണ് നമ്മുടെ പണികൾ. ഇനിയിപ്പോൾ എനിക്ക് പയറിലൊന്നും ചവിട്ടത്തിട്ടാ എല്ലാം. ഞാൻ പറയാമെന്നുള്ള ഇവിടെ എന്താ വെച്ചാലേ ഇവിടെ അജുവേട്ടനെ കൂടുതൽ പണി ക്യാമറമാനുണ്ട്. അതെ, ക്യാമറ ഇതില് സ്ക്രീൻ നോക്കിയിട്ട് ഇതിമുള്ള ചെടികൾ ചവിട്ടാണ്ട് വേണ്ട. അതാണ് ഏറ്റവും വലിയ പണി. അതാണ് ഭയങ്കര റിസ്ക്. അപ്പോൾ നമ്മൾ കുന കൂട്ടിയിട്ടാണ് നടാൻ പോകുന്നത്. കുന കൂട്ടിയിട്ട് ഇതിങ്ങനത്തെ. ഇനി ഇതിൽ കുറച്ച് ചവറ് കൂടി കൊണ്ടുവരണം. ചവറ് അവിടെ പോയിട്ട് എടുത്തുകൊണ്ടിരണം. ചവറ് ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിലുണ്ട്. കണ്ട, എല്ലാം ഉണ്ടാവണം നമുക്ക്. ഇപ്പം ഭയങ്കരമായിട്ട് ഉണ്ടാവണമെന്ന ആഗ്രഹമൊന്നുമില്ല എനിക്ക്. ആവശ്യത്തിന് ഇപ്പം ഈ തടത്തിലാണ് നമ്മൾ സെറ്റാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ചവറ് കൊണ്ടുവന്ന് ഇടണം. അപ്പോൾ ചവറ് എടുക്കാൻ നമുക്ക് പോവാം. അപ്പോൾ ചവറ് എടുക്കണം. സുജിതേര കൊട്ട ചവറ് ഇവിടെയൊക്കെ മുഴുവൻ അടിച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എടുപ്പാകണം. നോക്കിയേ, ഇതേ ബെസ്റ്റ് ചവറിന് കണ്ട. വല്ല പാമ്പ് കീമ്പൊക്കെ ഉണ്ടോ നോക്കണം നമുക്ക്. കൈയിട്ട് വരുമ്പോൾ അതന്നെ പറയാൻ പറ്റില്ലേ. ബെസ്റ്റ് ചവറാണെന്ന് പറഞ്ഞൊരു പാമ്പ് കിട്ടല്ലോ. വീഡിയോ വരല്ലോ, പിന്നെ വീഡിയോ കാണുണ്ടാവില്ല. പറയാൻ പറ്റില്ല. ഇവിടെ കുഴപ്പമുണ്ടാവില്ല. അല്ല പറയാൻ പറ്റില്ല, ഇവിടെ കുഴപ്പമുണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. പാമ്പിനെ ആ നേരത്തെ കയറി കിടക്കാൻ തോന്നിയല്ലോ. അത് നീ പറഞ്ഞത് ശരിയാ. അല്ല, അപകടം എപ്പോഴും സംഭവിക്കാം എന്ന് മനസ്സിലായില്ലേ. ആ കുട്ടികൾ ആ പാലക്കാട് ഇവിടെയൊക്കെ കുട്ടികൾ മരിച്ചു കണ്ടില്ലേ. അവരുടെ എന്ത് ഇത് അറിഞ്ഞിട്ടാണ്. ശരിക്കും പറയണേ, മരങ്ങൾ നിറച്ചിട്ടുണ്ടെങ്കിലേ അല്ല വളരേണ്ട ആവശ്യമില്ലെന്നല്ല, അതല്ല ഞാൻ പറയുന്നതേ. എപ്പോഴും ഈ സേവന വാരം പോലെ തന്നെയാണ്. വീടും പരിസരം എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കേണ്ടി വരും എന്ന് പറയാം. എപ്പോഴും ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇവിടെ നോക്കിയാൽ എന്തോരം ചവറുകൾ വന്ന് വീണുകൊണ്ടിരിക്കുന്നത് ദിവസം. ഇതിപ്പോൾ മഴ പെയ്തതിൻ്റെ ഇതൊന്നും അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പോവില്ലല്ലേ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കി പഠിക്കാൻ പറ്റില്ല. ഇപ്പം ഇന്നൊന്നും മഴയല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ വെയിൽ വന്ന് ഉണങ്ങണം. അപ്പോഴേക്കും പിന്നെ ഈ വൃശ്ചികാറ്റ് ഊതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകൾ ഒന്ന് അടിച്ചു കഴിഞ്ഞ് കുറേ പൂവുമ്പോഴേക്കും ആ തീ കയറുമ്പോഴേക്കും ആകെ ചവറായി വീണ്ടും. അതാണല്ലോ അതിൻ്റെ ഇത്. അതല്ല ആളുകൾ ഈ ഇല കൊഴിയാത്ത സാധനങ്ങളൊക്കെ വയ്ക്കുന്നത്. ചവറ് എന്തോരായാലും കുഴപ്പമില്ല. ആ ചവറ് കുറച്ചാകുമ്പോൾ ഇല്ലാണ്ടായിക്കോളൂല്ലേ. ഒക്കത്ത് വെച്ച് പോകണം. ഷോട്ട് എടുക്കട്ടെ. നമ്മൾ ചില ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ മറ്റേ നമുക്ക് പാഠപുസ്തകം ഉണ്ടാവും. സാമൂഹ്യ പാഠം ഇതൊക്കെ പാഠപുസ്തകത്തിൽ ഈ ഗുജറാത്തിലത്തെ സ്ത്രീകൾ കുടം ഒക്കെ അങ്ങനെ വരി വരിയായിട്ട് കുടമൊക്കെ ആയിട്ട് ഇങ്ങനെ അതുപോലത്തെ പടങ്ങളൊക്കെ കാണാം. കണ്ടമാനം അകലെന്ന് ഓരോ സ്ഥലത്തെ ജീവിത രീതികൾ, രാജസ്ഥാൻ വനിതകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പകാലത്തൊക്കെ പഠിക്കുമ്പോൾ അങ്ങനത്തെ ഉണ്ട്. അതുപോലെ ഇങ്ങനെ കുടം വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നടന്നു വരുന്നതാണ്. അതുപോലെ ഞാൻ ചവറ് വെച്ച് നടക്കണം. കണ്ടോ ഇത് നോക്കിയേ, നല്ലപോലെ ചവറുണ്ടെങ്കിലേ മണ്ണിളക്കം കിട്ടേ.
കണ്ട കണ്ടറാ ചവറ്. ഈ ഒരു കൊല്ലം അവിടെ ഷൂട്ട് ചെയ്യാൻ വന്നിട്ട് അടുത്ത കൊല്ലം ഞാനും കർഷകനായിട്ട് മാറും തോന്നുന്നു. നിന്നെ ഞാൻ കർഷകനാക്കും. പിന്നെ കർഷകനാക്കും. നിനക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യം അല്ലേ? താല്പര്യമൊക്കെ ഉണ്ട്, അതെല്ലാവർക്കും ഉണ്ടാവൂലേ? എല്ലാവരുടെ ഉള്ളിൽ ഒരു ചെറിയൊരു കർഷകൻ ഒളിഞ്ഞ് കിടപ്പുണ്ട്. പക്ഷെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ബാക്കിയുള്ളവർ കാണുമ്പോൾ എന്താവും എന്നുള്ള ചിന്താഗതി கொஞ்சம் കുറേ പേർക്കൊക്കെ. എന്തുണ്ട് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി ചെയ്യുന്നത്. എന്താ ഏറ്റവും നല്ലത്? ഇപ്പം നോക്കിയേ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മുടെ എല്ലാത്തിലും ഏറ്റവും നല്ലതാണ്. അതല്ല നമ്മളേ ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം നമ്മുടെ പ്രായം അനുസരിച്ച് എനിക്ക് ഷുഗർ വന്നതായിരുന്നു. ഇപ്പം എനിക്ക് ഷുഗറൊന്നുമില്ല. ഡെയിലി ഷൂട്ടിങ് അല്ലാണ്ടും ഡെയിലി പണിയെടുക്കൂലേ? പിന്നെ ഷൂട്ടിങ്ങിന് മാത്രമാണ് പണിയെടുക്കുന്നത്. ഇവിടെ ഈ പറമ്പ് നോക്കി ഇപ്പം ഇത്രയും നാളായില്ലേ, ഒരാളെ പോലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നീ നമ്മുടെ വീഡിയോ കാണില്ലല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെയല്ലേ ഷൂട്ട് ചെയ്തത്, എനിക്കറിയാലോ. ഒരാളെ പോലും നമ്മളിത് കൂട്ടി തൊട്ടിപ്പിച്ചിട്ടില്ല. നമ്മുടെ ആരോഗ്യത്തിൻ്റെ നമ്മൾ കളക്കിനു. ഇപ്പം ഇവിടെ അനിലേട്ടനായാലും ഒരാളെ കൊണ്ടും ഞാൻ കാണുന്നുണ്ട് ചീപ്പിക്കില്ല. കാരണം ഇതൊക്കെ നമുക്കേ, നിനക്ക് ഒരു കഥ കേട്ടിട്ടില്ലേ? ഒരു ഷുഗർ വന്നിട്ടുള്ള ഒരാളെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നീ ഇതൊന്നും കേൾക്കാണ്ടിരിക്കുക. ഞാൻ കേട്ടിട്ടില്ല. അപ്പം ആ ഷുഗറുള്ളവരോട് പറയേ, ഒരാൾക്ക് ഭയങ്കര ഷുഗർ വന്നു. അപ്പോൾ അയാളൊരു വൈദ്യരെത്തി പോയപ്പോഴേ വൈദ്യര് പറഞ്ഞു തന്നിട്ടെന്നറിയോ, നിങ്ങളുടെ വീട്ടിൽ കിണറുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കിണർ കുത്താൻ പറഞ്ഞു വീട്ടിൽ. അപ്പോൾ കുത്തിക്കാലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കുത്തിച്ചാൽ പോരാ, നിങ്ങൾ കുത്തണമെന്ന് ഒറ്റയ്ക്ക്, വേറെ ഒരാളെ കൊണ്ടും പണിയെടുപ്പിക്കരുത്. മനസ്സിലായ? നിങ്ങൾ തന്നെ കിണർ കുത്തി ഒക്കെ കോരലും മണ്ണുള്ളൊക്കെ തന്നെ. അങ്ങനെ അയാളെ കിണർ കുത്തി. ആ കിണർ കുത്തിയോട് കൂടിയിട്ട് അയാളെ ഷുഗർ എന്ന് പറഞ്ഞ സാധനം പോയി. നൈസായിട്ട് വൈദ്യുതി അയാളോട് പണിയെടുപ്പിക്കുകയും ചെയ്തു. അതായത് നമുക്ക് കായികാധ്വാനം ഉണ്ടാവില്ലേ നമുക്ക്, അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ ഷുഗറൊന്നും ഉണ്ടാവില്ല. പിന്നെ ഭക്ഷണത്തിൽ കുറച്ച് കൺട്രോൾ ചെയ്യണട്ടാ. ബോഡി നല്ല സ്ട്രോങ് ആവും. ഭക്ഷണത്തിൽ കുറച്ച് കൺട്രോൾ ചെയ്യണം. അല്ലാണ്ട് വെറുതെ തോന്നിയ പോലെ ഇപ്പോൾ ഈ കുറേ കായ്ക്കോട്ട് കളിച്ചു എന്ന് പറഞ്ഞിട്ട് കണ്ടമാനം മധുരം വാങ്ങിക്കിട്ട് അങ്ങനെയൊന്നും പാടില്ല. നമുക്ക് ചെറുതായിട്ട് കൺട്രോൾ വേണം. ഇനിയിപ്പോൾ അങ്ങനെ ഇലയുടെ മുകളിൽ പണിയിട്ടാൽ പിന്നെ മണ്ണിളക്കേണ്ട ആവശ്യമില്ല. മണ്ണിളക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇല ചെയ്യില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഇളക്കം വരില്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ നടാൻ പോകണേ. ഇപ്പോൾ നട്ട് കഴിഞ്ഞിട്ട് ഇനി ആട്ടുംകാട്ടം അല്ലെങ്കിൽ ഇതൊക്കെ വെണ്ണൂറൊക്കെ കൊണ്ടിട്ടിട്ട് ഒന്നുകൂടി മണ്ണിടും. അതാണ് എൻ്റെ രീതി. പക്ഷേ നമ്മളിതൊന്നും ചെയ്യാണ്ടത് ഇവിടെ കുറച്ചെണ്ണം നട്ടു. നല്ല രീതിയിലുണ്ടായില്ല പോലെ. ഒരു വളം മാങ്ങൊന്നും കൊടുത്തിട്ടില്ല. ഇത് വെറുതെ നട്ട് പോയതാണ്. അത് കടക്കുണ്ടായി. ഇനിയിപ്പോൾ ഇതിപ്പോൾ നമ്മൾ മനോഹരമായിട്ട് നമ്മൾ നോക്കി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവണമെന്നില്ല. അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പം നമ്മൾ കടയ്ക്ക് മണ്ണില്ല, ഇത്തിരി മണ്ണിടണം. മണ്ണ് കുറവാ, ചവറാണ് കൂടുതലേ. അപ്പം നമ്മൾ അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല കൂട്ടാൻ വയ്ക്കാൻ പറ്റുമോ? അതിൻ്റെ ഇല കൂട്ടാൻ വയ്ക്കാൻ പറ്റും. എനിക്ക് ആ തങ്കാൻ്റെയോട് ചോദിച്ചോണം. ചീരരെ ഇതുപോലെ ഇനിയുണ്ടല്ലേ, കൂട്ടാൻ വയ്ക്കാന്ന് അറിയില്ല. ചേരേട്ടൻ വെച്ചിട്ടുണ്ടോന്ന് അറിയില്ല. പച്ച മാത്രം കണ്ടിട്ടുള്ളൂ. എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ തമിഴ്നാട്ടിലെ ഒരു ഷോക്ക് പോയപ്പോഴേ അവിടെ ഇതേപോലെ മണ്ണ് നല്ല ഹൈറ്റിൽ കയറ്റിയിട്ടുണ്ട്. ഞാൻ അവരുടെ ഇത് ഇങ്ങനെ കണ്ടപ്പോൾ കൗതുകം കൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പോയത്. അപ്പോൾ അവിടുത്തെ ഒരു തൊഴിലാളി വിളിച്ചിട്ട് എനിക്ക് പറിച്ച് കണ്ടില്ല. വലിയ മധുരക്കിഴങ്ങ് പറിച്ച് കാണിച്ചു എനിക്ക്. ഞാൻ പറഞ്ഞു നമ്മളവരുടെ അടുത്ത് പോയി പറിക്കണ്ട നമ്മൾ ജസ്റ്റ് കാണുന്നില്ലേ ഉള്ളൂ. അത് 2 വരി വലിച്ചു വലിയൊരു കിഴങ്ങ് അതിന്റെ മുകളിൽ നിന്ന് കൊടുത്തു. അതുകൊണ്ട് എനിക്ക് 2 ചില്ലാന്നിട്ട് വീട്ടിൽ കൊണ്ട് വയ്ക്കാൻ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ വളം ഇടുന്നില്ല, എന്നാലും ഉണ്ടായില്ലേ. പക്ഷേ ആകെ കുറച്ച് സ്ഥലം ഉണ്ട്. ഇതാകെ പടർന്ന് അങ്ങോട്ട് പാമ്പ് നടക്കുന്ന പോലത്തെ ലെവലായി. ലാസ്റ്റ് വലിച്ചു കളഞ്ഞ് വലിച്ചു കളഞ്ഞ് തെങ്ങിന്റെ ഇടയ്ക്ക് കിട്ടാം. പിന്നെ അവിടെ നിന്നും പടർന്നു വന്നേക്കണ്ട് തന്നെ എന്റെ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. ഈ സാധനം തല്ലി കളഞ്ഞാൽ പോലെന്ന് പറയില്ലേ, അതാണ് ഇവന്റെ സ്വഭാവം. ഇനി വേണമെങ്കിൽ അല്ല ഇത് കൂട്ടാൻ വയ്ക്കാൻ ഇല കിട്ടുന്ന കഴിഞ്ഞാൽ അല്ല നീ മറ്റേൻ്റെ ഇല കൊണ്ടുവെക്കറാ. ഞാൻ പറഞ്ഞില്ല അവിടെ ഒരു ചീര തെങ്ങിൻ്റെ ഇടയ്ക്ക് നിറച്ച് നിൽക്കുന്നത്.
അത് കൂട്ടാൻ വെക്കും. അത് ആളുകൾ പറഞ്ഞു കൂട്ടാൻ വെച്ച് നോക്കിയോണം തേങ്ങ. നോക്കി നോക്കട്ടെ. ചാവൊന്നുമില്ലല്ലോ. അല്ലേ ആദ്യം ചേട്ടൻ വെച്ച് കൂട്ടാൻ വെച്ച് കഴിച്ചു നോക്കത്തിട്ട് ഞാൻ കൊണ്ടുപോകാം. അല്ല നമുക്ക് അത് പേടിക്കേണ്ട സാധനമില്ല. അത് ധൈര്യമായിട്ട് കൂട്ടാൻ വയ്ക്കാം. അയ്യോ ആ മണിത്തക്കാളിക്ക് വെള്ളം ഒഴിച്ചില്ല. അതിന് വെള്ളം ഒഴിക്കണം. അപ്പം നമ്മൾ ചില കാര്യങ്ങളുണ്ട് മറക്കണത് വേണ്ട. നമ്മൾ അതിനപ്പോൾ നട്ട് കഴിക്കുന്ന വെള്ളം ഒഴിക്കേണ്ടതായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. പക്ഷേ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. വീഡിയോയിൽ പറയണ്ട, അത് പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ചെടികൾ ഈ വാടാണ്ടിരിക്കുന്ന അല്ല ഓൾറെഡി മഴ പെയ്തിട്ട് മണ്ണിൽ നനവുള്ളല്ലോ, അപ്പോൾ അത് എടുക്കില്ലേ? ആ നനവ് പറ്റില്ല. അങ്ങനെ ഉണ്ടല്ലേ. ഭയങ്കര മഴ നല്ലപോലെ മഴ പെയ്യണമെങ്കിൽ നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ശരിക്ക് നമ്മൾ സ്വന്തമായിട്ട് കൈയോട് കിട്ടിയില്ലെങ്കിൽ ചെടി പിണങ്ങും. ചെടി അത് ചെടി പിണങ്ങണതല്ല. അതായത് ഇപ്പം നമ്മൾ ചെടി നട്ടു, ചിലപ്പോൾ മഴ പെയ്താലും ശരി ഇപ്പം ചെടിയുടെ കടക്കിലേക്ക് ആ വേരും മണ്ണുമായിട്ടുള്ള സമ്പർക്കത്തിലേക്കുള്ള വെള്ളം കിട്ടില്ല. മനസ്സിലായ? അപ്പോൾ ആ വെള്ളം കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മഴ നിന്നുണ്ടാവും. അത് കിട്ടാണ്ടാകുമ്പോൾ വാടും. അതുകൊണ്ടാണ് കൈയോടെ ആളുകൾ വെള്ളം ഒഴിക്കുന്നത്. ഇപ്പോൾ മരങ്ങളൊക്കെ നട്ടിട്ട് മന്ത്രിമാരൊക്കെ മരങ്ങൾ നട്ടിട്ട് തൈകളൊക്കെ നട്ടിട്ട് മരത്തിൻ്റെ തൈകളൊക്കെ നട്ടിട്ട് മന്ത്രിമാരല്ല ആര് നട്ടാലും കൈയോടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടാ. അപ്പോൾ ആളുകൾ ചോദിക്കും ഇതെന്തിനാ മഴക്കാലത്ത് എന്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്? നിന്നെ പോലെ ഒരു ചോദ്യമാണത്. മനസ്സിലായ? അപ്പോൾ ആ ചോദ്യം വേണ്ട, ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് അസോളയിലത്തെ വെള്ളമാണ് കേട്ടോ. ചാണം വെള്ളമാണ്, ബെസ്റ്റ് വെള്ളമാണ്. ഇത് വേണ്ട, ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് 2 എണ്ണത്തിൽ നമ്മൾ നട്ടൂല കഴിഞ്ഞ ആഴ്ച. നോക്കിയേ, ഇത് ഇത്രയ്ക്ക് വലുതായി. ഇതിലത്തെ നോക്കിയേ ചീഞ്ഞ് പോയി. കണ്ട ഉരുളക്കിഴങ്ങ് ചീഞ്ഞ് പോയി, മഴ ഭയങ്കരമായിട്ട് പെയ്തപ്പോൾ. പക്ഷേ ഇവൻ അതിജീവിച്ചു. അപ്പോൾ നമുക്ക് കൃഷിയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഇതുകളും പല തരത്തിലാണ്. ചിലർ അതിജീവിക്കും. നമ്മൾ ചോദിക്കില്ല, രണ്ടും ഒരേപോലത്തെയാണ്. ഇപ്പോൾ നോക്കിയാൽ ഈ തക്കാളി തൈകൾ നോക്കിയാൽ എല്ലാം ഒരേ ടൈപ്പിൽ നട്ടുള്ള സാധനമാണ്. നോക്കിയാൽ ദീപം വലുതായി. നോക്കിയാൽ കാരപ്പനായി കണ്ടാ, ഇതേ കാരപ്പനായി. ഇത് പൂവിട്ടു കണ്ടാ. ഇവരൊക്കെ പൂവിട്ടു. നമ്മൾ കോല് കുത്തി ഇത് താങ്ങി വെച്ച് കൊടുത്തു. പക്ഷേ ഇവരൊക്കെ നോക്കിയാൽ ഇനി ചിലപ്പോൾ ഒരു മെല്ലെ വലുതാവായിരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ലേ. ഇവിടെയൊക്കെ ചാണകവും മണ്ണും വെള്ളം എല്ലാം. ഈ കാബേജ് ഇതുകൾ നോക്കിയാൽ ഇവർ വലുതായില്ലേ. മഴ കണ്ടമാനം കിട്ടുമ്പോൾ ഇവർക്ക് വളർച്ച കുറയും. പിന്നെ നമ്മൾ ഈ ഇംഗ്ലീഷ് വളം ചേർക്കണം. ഇംഗ്ലീഷ് വളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ നല്ല വളർച്ച കിട്ടും. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. കിട്ടുന്നത് മതി. നമുക്ക് ഒരു കുഞ്ഞ ഗോലിയായ വലിപ്പമുള്ള കാബേജ് കിട്ടിയാലും ഇവിടെ ഒരു പരാതിയില്ല. മനസ്സിലായ? അതാണ് അതിൻ്റെ രസം. അല്ല അത് നമ്മൾ വെച്ചിട്ടുണ്ടാവണമല്ലോ, അതൊരു സന്തോഷമല്ലേ. അതന്നെ. ഇതിൽ പയറിൻ്റെ ഇടയിൽ പയർ നട്ടിട്ടുണ്ട് കേട്ടാ. പയറിൻ്റെ ഇടയിൽ പയറാ? അല്ല, പയറിൻ്റെ ഇടയിൽ മുളയ്ക്കാത്ത സ്ഥലങ്ങളിൽ വീണ്ടും പയർ നട്ടിട്ടുണ്ട് കണ്ടാ. അപ്പം നീ ഇതിൽ ചവിട്ടി കൂട്ടരുന്ന് കണ്ടാ പൊങ്ങണണ്ട. ഇതേണ്ട പൊങ്ങണണ്ട. അല്ല എൻ്റെ ചവിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു മാക്സിമം. ഒരു കണ്ണ് ക്യാമറയ്ക്ക് ഒരു കണ്ണ് നിലത്തേക്ക് വെച്ച് നടക്കണം. അതന്നെ. ഇനി ഈ സാധനമാണ് ഇപ്പോൾ കണ്ടന്നെ അങ്ങനെ നടന്നിട്ട്. ഇത് നമ്മുടെ കണിക്കൊന്നേര അവിടെ ഉണങ്ങിപ്പോയപ്പോൾ കണിക്കൊന്നേര മുറിച്ച ഇതാണ്. ഇത് ഞാൻ കൊടുക്കാൻ വെച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ അരുങ്കോക്ക് വിളിച്ചു, ഇങ്ങനത്തെ തണ്ടുകൾ കുറച്ചെണ്ണം കിട്ടാൻ നന്നായിരുന്നു പറഞ്ഞു. എന്തിനാണെന്നറിയോ അവൻ ഒരു ഐഡിയ എന്നോട് പറഞ്ഞു. നല്ല കനുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പുഷ്പ 2 അത് നമ്മുടെ ഈ ഇതില്ലേ ഈ മാവ്, ഈ മാവില്ലേ, ഈ മാവിൻ്റെ മുകളിൽ നല്ലൊരു ട്രീ ഹൗസ് അവൻ പണം തരാമെന്ന് പറഞ്ഞു നോക്കാം. ആ നല്ല രസമായിരിക്കുന്നത്. ഇങ്ങനെ കോണിക്ക് വെച്ചിട്ട് കയറി. ഞാൻ പറഞ്ഞു ഭയങ്കര ഉയരം വേണ്ട. അപ്പോൾ അങ്ങനെ ആക്കി തരാമെന്ന്, അടുത്ത ആഴ്ച ആക്കി തരാമെന്ന് പറഞ്ഞു. നല്ല രസമായിരിക്കില്ലേ ഈ കൃഷി സ്ഥലത്ത് ഒരു ട്രീ ഹൗസും കൂടി ആകുമ്പോൾ? മനോഹരമായിരിക്കും. പണി തീർക്കണോ? പണി തീർക്കണമെന്ന് പറയാം. ട്രീ ഹൗസിൻ്റെ അവിടെ ഒരു ഹൗസ് ഞാൻ കണ്ടുപോകും. അതിന് കാശ് ഭയങ്കര ചിലവുണ്ട്. ഇത് ഫുള്ള് മരം കൊണ്ട് അവൻ സിമ്പിളായിട്ട് ഉണ്ടാക്കി തരുന്നത്. അവൻ മരപ്പണിക്കാരനാണല്ലോ, അതുകൊണ്ടാണ് അവൻ ചെയ്തു തരുന്നത്. ഇനി നമ്മളെ വീണ്ടും ചവറെടുക്കണം. ഇപ്പം മറ്റേ
നമ്മൾ മുന്നേ പറിച്ച് വെച്ചിട്ടുള്ള ഇതല്ലേ മറ്റേ ഈ സാധനം നമ്മുടെ മധുരക്കിഴങ്ങ് അത് നടണം. ഇവിടെ ഞാൻ നട്ടുണ്ട്. ഇവിടെ നട്ടത് അന്ന് നട്ടത് കണ്ട, ഇതേ ഇവിടെ നട്ടത് കണ്ട, അതൊക്കെ നല്ല ഭംഗിയില്ലേ കണ്ട. അതൊക്കെ നന്നായി മണ്ണ് കൊത്തി കളച്ച് ചാണപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ അടിയിൽ എലിയിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ടുണ്ട്. എലിയിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഞാൻ ചോദിച്ചപ്പോൾ കൺഫ്യൂഷനായി. അത് എനിക്ക് കൺഫ്യൂഷനായി. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒരാൾ ചോദിക്കുമ്പോൾ അതന്നെ കൺഫ്യൂഷൻ ഇത് ചെയ്തിട്ടുണ്ടാ. പിന്നെ നമുക്കത് പറഞ്ഞ പോലെ നമുക്ക് കുറേ ഇതിൽ മിളകുണ്ടായി തുടങ്ങി കണ്ട. നോക്കിയ മിളക് ഉണ്ടായിരുന്നു മറ്റേ ഇതൊന്നും നമ്മൾ നട്ടതല്ലേ. അത് ഇതൊന്നും ഈ ഉണ്ടായിരുന്നില്ലേ നട്ടുമ്പോൾ. അപ്പുറത്തെ നട്ടെ ഇത് കണ്ട. ഇതെന്തൊരു മിളകാന്നറിയില്ല. കൊണ്ടാട്ടമിളക് കണ്ട. കൊണ്ടാട്ടമിളക് നമുക്ക് പൂട്ടല്ല അതുള്ളൂ. നടുമ്പോൾ ഞാനുണ്ടായിരുന്നല്ലോ. അത് നീ ഇതാ പച്ചമുളകല്ലേ കൂർക്ക. പക്ഷേ അത് ഉണങ്ങിപ്പോയി. ഞാൻ ഉണ്ടായിരുന്നില്ല അന്ന്. നമ്മുടെ ചോളൊക്കെ കണ്ട ഉഷാറായില്ലേ. ഇത് ഒരു ടൈപ്പ് ചീര കാണിച്ചു തരാം. എവിടെ കണ്ട ഇത് അവിടെ നിന്ന് കണ്ട കൂട്ടച്ചീര കണ്ട കട്ട കുത്തിയിട്ട. അപ്പോൾ ഇത് നട്ടിരിക്കുന്നത് ഇവിടെ ഈ തടത്തിൽ മുഴുവൻ അത് നട്ടുകൊണ്ട്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നീ തേങ്ങ ഇതുമ്പോ ചവിട്ടി കണ്ട ഒരു ചവിട്ടി കൊടുത്തു. ചീരയുടെ കാര്യം അറിയണില്ലല്ലോ. ആ ഇതിൽ നടക്കരുത്. അത് പറയണ വേണ്ട. ഇത് കുമ്പളങ്ങ. ഇതല്ലേ ഏത് മറ്റേ കുമ്പളങ്ങ നെയ് കുമ്പളങ്ങ മറ്റേ സാധാരണ കുമ്പളങ്ങ. അപ്പം നീ ചവിട്ടി ഇത് കണ്ടറാ അതുണ്ടാവും. വഴി കൂടെ നടക്കണം. അത് ചവിട്ട് കിട്ടും നിനക്കല്ലേട്ടാ. ചെടികൾക്ക് ചവിട്ട് കിട്ടും. വീണ്ടും തോണ്ടി നോക്കാണ് പാമ്പ് തോന്നുന്നു. എങ്ങാനും വല്ല പാമ്പുണ്ടെങ്കിൽ അപ്പോൾ അജുവേട്ടൻ്റെ റിഫ്ലക്ഷൻ പവർ അറിയാറുണ്ട്. പാമ്പ് ബാക്കിലേക്കും അജുവേട്ടൻ ഫ്രണ്ടിലേക്കും. നിനക്ക് പാമ്പുണ്ടാവണമെന്ന് ആഗ്രഹം അല്ലേ? അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴേ കൂടുതലാണ്. എന്നുവെച്ചാൽ ഞങ്ങൾ പന്ത് കളിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ പുല്ല് ക്ലീൻ ആക്കാൻ പോകുമ്പോഴേ വളരെ കുഞ്ഞി കുട്ടി മതി പതിങ്ങി എടുക്കണ്ട ഉള്ളില്. ആണല്ലോ അന്ന് എന്തിട്ട് കുട്ടീനെ കിട്ടിയെന്നറിയില്ല. ആണല്ലേ പോലത്തെ കുട്ടീനെ കിട്ടിയത്. അതേപിന്നോട്ടൊന്ന് ഒരു പേടി. കാരണം വെച്ചാൽ നമ്മൾ നിസ്സാരം വിചാരിക്കുന്ന സ്ഥലത്തൊക്കെ എടുക്കണ്ടാവേ. ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്തൊക്കെ എടുക്കണ്ടാവും. അന്നേരം ഞാൻ ഡ്രോണിൽ മരുന്നടിക്കാനൊക്കെ പോലും പാടത്ത്. അപ്പോൾ വലിയ പുല്ലിൻ്റെ ഇടപെടൊക്കെ നടക്കാറുണ്ട്. കിടക്കണ്ട. അപ്പോഴൊന്നും ഇത് പറ്റും കണ്ടിട്ടില്ല. ഇവൻ ഡ്രോണിൽ മരുന്നടിക്കാൻ പോകട്ടാ ഈ നെല്ല് ഈ കൃഷിക്ക്. അല്ല എല്ലാവരും ഞാൻ മരുന്നടിക്കാൻ പോകും വിചാരിക്കും മറ്റേ കുറ്റിയൊക്കെ പൊക്കിയിട്ട് ഇതാക്കുന്നു. അതല്ല ഡ്രോണിൽ ഭയങ്കര എക്സ്പെർട്ട് അവൻ. ഇപ്രാവശ്യം മഴ കറണ്ട് പണി കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ കാലാവസ്ഥ ഒക്കെ മാറിയിട്ടില്ല പെയ്യണപ്പോൾ. പണി കുറവല്ലേ? അങ്ങനെ മഴ പെയ്യുമ്പോൾ തടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവന് എന്താ ചകിരിയ കോലാണ് കോല് ഇങ്ങനത്തെ പടികളേ മരത്തിൻ്റെ ചില്ലകൾ കുറേ ഉണ്ടല്ലോ. ഞാനിത്തിരി വെള്ളം കുടിക്കാൻ വന്നതാ സരിത. ആയ് എന്താ മീനുകൾക്ക് തീറ്റ തൊട്ടിടൊക്കെ വിളായിട്ട്. കണ്ടറാ മീനുകൾ ഇഷ്ടമായി നിനക്ക്? മീന് വേണമെങ്കിൽ പറഞ്ഞോ, അപ്പൊ പിടിച്ചു തരും. അല്ല വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഫിഷ്ടൊക്കെ തെറ്റിയിട്ട് വരും. വേണ്ട എന്തൊരു കഥയെ പറഞ്ഞേ. എന്താ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് സരിത കുടിക്കാൻ. അവള് പറയണ്ട. അതേ ഇവള് സരിതര ഭയങ്കര കൂട്ടായി. എന്നിട്ടിപ്പോൾ രസം എനിക്ക് വെള്ളം തരുന്ന ടൈമിൽ അവള് എന്നോട് ചോദിക്കണേ ഗോതമ്പ് ദോശ വേണമെന്ന്. അപ്പം ഇതും പറയണേ കമ്പനി ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട ആവശ്യമില്ല. കമ്പനി ആയി കഴിഞ്ഞാൽ തലേന്ന് പോരും അവള്. കോഴിമുട്ട വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടാണ്. കോഴിമുട്ട തരാം. എത്ര കോഴിമുട്ട? ആകെ ഒരു പെട ഒരു ചാത്തനുള്ളൂ. ആ പെടയാണെങ്കിൽ ആഴ്ചയിൽ ഒരു മുട്ട യാത്ര ഉണ്ടാവുക. ആ മുട്ട വെല്ലിന് തികയോ? നിനക്കൊരു ഒരു കോഴി ചാത്തന നിനക്ക് തരാം. വളർത്താനല്ല കൊന്നു കൂട്ടാൻ വയ്ക്കാൻ. കൂട്ടാൻ തരണ്ടടാ നിനക്ക്. അതെ അത് മതി. നല്ലത്. അവിടെ പോയിട്ട് കൂട്ടാൻ വെച്ച് കൊടുത്തൂടെ അവന്.
അവൻ തന്നെ പോയിട്ട് അത് മതിയാ മതി, അത് നല്ലത്. എന്തെങ്കിലും ആയിക്കോ. നല്ലത് അല്ലേ? അതെ, ആ വർത്താനം പറഞ്ഞിട്ട് പണിയെടുക്കാൻ പോവാൻ. കണ്ട ഈ സാധനം നീ കണ്ടിട്ടുണ്ടോ? ഈ സാധനം നീ കണ്ടിട്ടുണ്ടോ? അകത്തിച്ചീര. ശരിയാണത്. ആ, അത് അകത്തിച്ചീര തമിഴ്നാട്ടുകാരെ കണ്ടപ്പാൻ ഉപയോഗിക്കുന്നത് അകത്തിച്ചീര. ഇത് കേട്ടാ, ഇത് മുടിക്കൊക്കെ ബെസ്റ്റ്. മറ്റേ ഏതൊരു സിനിമ കണ്ടിട്ടുള്ളത് നിനക്ക് ഓർമ്മയില്ല? മുരളിയും ഉർവശിയും മനോജ് ഗജായനും ഒക്കെ ആയിട്ട് അങ്ങനെ വെച്ച് ഒരു സിനിമ കണ്ടിട്ടില്ലേ? പീലി കണ്ണെഴുതി അഴകിൽ വന്ന വേള. ആ ഒരു പാട്ടില്ല, അപ്പം അത് അതിനില്ലേ അറിയാൻ പാടില്ല. ഇന്നസെൻ്റ് ഒക്കെ ആയിട്ട് ഈ പൊള്ളാച്ചിയിൽ കുറെ പടങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ പേരറിയില്ല. നീ പുഷ്പ കണ്ട? പുഷ്പ ഉണ്ട്, ഇറങ്ങിയ റിലീസിങ്ങിൻ്റെ അന്ന് തന്നെ കണ്ടു. അതിൻ്റെ പടം അത് വെച്ച് കഴിഞ്ഞാലേ ആദ്യം കുറേ പേര് നെഗറ്റീവ് പറഞ്ഞിട്ട് കുറേ പേര് നെഗറ്റീവ് അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി കാണുമ്പോൾ നമ്മൾ നെഗറ്റീവ് മനസ്സിലാക്കിട്ട് പോണത്. പടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇവരെന്തെങ്കിലും നെഗറ്റീവ് പറയണത്. ഇനിയിപ്പോൾ നമ്മൾ വല്ല വീഡിയോ ഇങ്ങനെ പടം അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് അറിയാത്ത വല്ല ഇതുണ്ടോയെന്ന് അറിയില്ലല്ലോ. മീൻസ് ചിലരെ കണ്ടില്ല എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ വേണ്ടിയില്ല സംഭവം. ഞാൻ സ്റ്റാറ്റസിലൊക്കെ ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞിട്ട്, പിന്നെ അത് കഴിഞ്ഞ ഒരാഴ്ച ആകുമ്പോഴേക്കും എല്ലാവരും പടം സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല ചേട്ടാ. കണ്ടു നോക്ക്. കണ്ടിട്ട് ആ എഫക്റ്റിൽ വന്നിട്ട് ഇവിടുത്തെ മരങ്ങളൊന്നും മുറിക്കാണ്ടിരുന്നാൽ മതി. അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല. അല്ല, തോളത്ത് വെച്ചിട്ട് ഒരു ഷോട്ട് എടുത്താലോ എന്ന് തോന്നിയാലോ. അതിപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് ആ മരങ്ങൾ മുറിക്കണമെന്നല്ലേ, പിന്നെ കുറേ കഷ്ണങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങോട്ട് വെച്ചാൽ അതൊക്കെ അപ്പം അധികം മണ്ണിടണില്ലേ ഞാൻ. ഇനി ഒന്ന് ഇപ്പോൾ കൂമ്പെടുത്ത് കഴിഞ്ഞിട്ടേ പല ചാണപ്പൊടിയും അതൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കാം. മധുരക്കിഴങ്ങിനോടൊരു പ്രണയായി നമുക്ക്. ഈ മധുരക്കിഴങ്ങ് വീട്ടിൽ വെച്ചിട്ട് അധികം മധുരം ഉണ്ടായില്ലേ കിഴങ്ങ്? ആ, അത് നമ്മളതിനുണ്ടായില്ലേ മധുരം. അത് ചിലവർ പറയുന്നു ഈ മധുരക്കിഴങ്ങ് കുറച്ച് നാൾ പറിച്ചിട്ട് അനക്കാണ്ടിടണമെന്ന്. വെയിലൊക്കെ കൊണ്ടിട്ട് ഇത് വരുമ്പോൾ മധുരം ഇറങ്ങണം. അങ്ങനെയൊക്കെ പറയുന്നു. ചിലവർ പറയണത് അത് മൂപ്പാവാത്തത് കൊണ്ടാണ്. ചിലവർ പറയണത് നമ്മൾ പുഴുങ്ങിയത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയത് കൊണ്ടാണ്. അപ്പോൾ ഏതാണ് അതിന് ശരിയായ ഉത്തരം എന്നുള്ളത് നമുക്ക്, ഞാൻ ഇപ്പോൾ കുറച്ച് മധുരക്കിഴങ്ങിങ്ങനെ വെയിലത്തല്ല അങ്ങനെ വെറുതെ ഇട്ടുണ്ട്. കുറേ നാൾ കഴിഞ്ഞിട്ട് ഒന്ന് എടുത്ത് പുഴുങ്ങുമ്പോൾ പിന്നെ ഈ പുഴുങ്ങാന്ന് വിചാരിച്ചു. ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ വെച്ചിട്ടേ പുഴുങ്ങി വെക്കാൻ വെച്ചു. മറ്റേ നമ്മൾ പുഴുങ്ങി വെള്ളത്തിലിട്ട് പുഴുങ്ങിയപ്പോൾ ചില ആളുകൾ പറഞ്ഞാൽ അതിൻ്റെ മധുരം മുഴുവൻ പോയി എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് ഉത്തരം എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അല്ല അങ്ങനല്ലേ, പണ്ടൊക്കെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയത് കടയിൽ നിന്ന് മേടിച്ച് വരുമ്പോൾ മധുരമൊക്കെ ഉണ്ടാവാറുണ്ട്. മധുരക്കിഴങ്ങല്ലോ. ഇവരെ എവിടെയെങ്കിലും ഇട്ടാൽ മതി, ഇവർ പടർന്ന് കയറും. കേട്ടാ, ഇത് അന്ന് പറിച്ചിട്ടുള്ളതാണ് തണ്ടുകൾ. കണ്ട അപ്പം ഇതന്നെ ഞാൻ എല്ലാം വലിച്ച് കളഞ്ഞിട്ട് ഇട്ടതാ. അവിടെ നിന്ന് ഇങ്ങനെ കയറി വല്ലികൾ വന്നിട്ട് ഉണ്ടായി. അതാണല്ലോ ഇതിൻ്റെ പ്രത്യേകത. കാരണം വീണ്ടും മുറ്റത്തേക്ക് വന്നിട്ട് ഞാൻ അത് വലിച്ച് കളയാൻ നോക്കി വീണ്ടും അതിൻ്റെ അടിയിൽ ഉണ്ടായി നിൽക്കുന്നത്. കളഞ്ഞില്ല. ഇവർ ഇഷ്ടം പോലെ ഉണ്ടാവും വെറുതെ. പക്ഷെ ആദ്യം ഒരു ടൈമിൽ ഇതിനെയൊക്കെ തള്ളി കളഞ്ഞായിരുന്ന ആളുകൾ. കറിച്ചെനിങ്ങ മധുരക്കിഴങ്ങ് ഷുഗറിന് ഷുഗർ കൂട്ടെന്ന് പറഞ്ഞിട്ടേ, മധുരമുള്ള സാധനമാണല്ലോ. പിന്നെ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഷുഗറുള്ളവർക്ക് കഴിക്കാൻ പറ്റില്ല. ഭയങ്കര ഇതല്ലേ, കുഴപ്പമില്ല. മണ്ണിൻ്റെ അടിയിൽ കിടക്കണ അറിയില്ലേ നിനക്ക്? കൊള്ളിയൊക്കെ അതിൻ്റെ മെയിൻ ആശാനാലെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം അത് മാറി. അതിനാണ് എന്തുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പോകണില്ല. അപ്പം എനിക്ക് ഞാനതിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാനും എന്താ പറയുക, ചെറുപ്പത്തിലൊന്നും പഠിച്ചില്ലേന്ന് ചോദിക്കും, ക്ലാസ്സിൽ പോയിട്ട് ചോദിക്കും, അതുകൊണ്ടൊന്നും പറയില്ല. അല്ല, ഇതിലെന്തൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളില്ലേ, ഇപ്പോൾ നമ്മൾ ജീവിച്ച അനുഭവങ്ങളില്ലേ, അനുഭവങ്ങളാണ് ചിലപ്പോൾ നമ്മളെ കൂടുതൽ അറിവുണ്ടാക്കുക. നീ ഇപ്പോൾ വല്ല മറ്റേ ഈ M.Tech B.Tech എടുത്തിട്ട് ഒരു വിവരം ഉണ്ടാവണമെന്നില്ലേ, മനസ്സിലായ? ആ സമയം നീ ഇപ്പോൾ ഈ ഇങ്ങനെ
പണ്ടുള്ളവരൊക്കെ ഈ ഇതൊക്കെ പഠിച്ചിട്ടാണ് മുഴുവൻ. ഇല്ല, തീരാ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് നല്ല അറിവുള്ളവരുണ്ട്. അനുഭവം വരും. അതന്നെ ഇതൊരു യൂണിവേഴ്സൽ ഒരു പറയില്ലേ എന്നിട്ട് വാക്ക് പറയില്ല നമ്മുടെ പറ്റിച്ച ഉപ്പ് മിക്സ് ചെയ്തിട്ട് ഞാൻ ഉണ്ടായി വരുമ്പോൾ നല്ല രസം ഉണ്ടാവും. കിഴങ്ങ് ഉണ്ടായില്ലെങ്കിൽ കാണാൻ ഭംഗിയുണ്ട്. ഓ നീ ഭയങ്കര ബുദ്ധിമാൻ ഇതാട്ടാ, രണ്ടും കൂടി അവിടെ കലർത്തി വെച്ചല്ല. അത് നല്ലൊരു ഐഡിയ ആണ്. നിനക്ക് പല പല ഐഡിയകളുണ്ട് കേട്ടാ. നിൻ്റെ ഐഡിയകളൊക്കെ ഐഡിയകളൊക്കെ മല മുഴുവൻ പറയുകയാണെങ്കിലേ അത്രയും എന്താ ആളുകൾക്ക് കണ്ടമാനം പഠിക്കേണ്ടാവുന്നു. മനസ്സിലായ? ഞാൻ ഇവിടെ സൈഡിൽ കൂടെ വിമാനമൊക്കെ പറിച്ച് അങ്ങനെ പൊക്കോട്ടെ. ഏയ് നീ ഇവിടെ നിൽക്കേണ്ട ആളല്ല. മറ്റേ എബി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടില്ലേ, വിമാനം പറത്തുന്നത്? കണ്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനത്തെ പടങ്ങളൊക്കെ ഒരു ഇത് കാണും. അങ്ങനത്തെ പടം ഇഷ്ടം നിനക്ക്? ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ വിമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ വിവരറിയും. കാരണം വെറുതെ ഉണ്ടാക്കാൻ മാത്രമേ പറ്റുള്ളൂ, പറത്താൻ പറ്റില്ല. പറത്താനൊന്നും പറ്റില്ല. അതിനിപ്പോൾ കണ്ടമാനം നിയമങ്ങളുണ്ടല്ലേ. അതുകൊണ്ട് ഇവിടെ ഈ അടുത്തൊന്നും ഫ്ലൈയിങ് ടെക്നോളജി ഒന്നും അത്ര പെട്ടെന്നും കയറി വരില്ല. അപ്പോൾ ഇവരാണ്ട് ഇതാവട്ടെ, ഓരോ പണികൾ കഴിഞ്ഞ് പോകണുണ്ടോ. നമ്മുടെ പുതിനാടാ ദേ മഴ പെയ്ത് തുടങ്ങി. മഴയെ പെയ്ത് തുടങ്ങി. പുതിനേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കട്ടെ. മറ്റേ ഇതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ഞാനെല്ലാത്തിനും വെള്ളം ഒഴിക്കുന്നു പറഞ്ഞില്ലേ? ഞാനെല്ലാത്തിനും വെള്ളം ഒഴിക്കും. അത് ശരിയാവില്ല. പക്ഷേ ഈ മധുരക്കിഴങ്ങിന് വെള്ളം ഒഴിക്കുന്നില്ല ചേട്ടാ. അതെങ്ങനെ പോലും ഉണ്ടാവില്ല. അത് അതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അവൻ ചീത്ത പറയും, എന്നെ അപമാനിക്കുമെന്ന് ചോദിക്കും. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഇപ്പം മരുഭൂമിയിൽ വരെ അതിനെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പൊടിക്കും. എന്നെ വെള്ളം ഒഴിച്ച് അപമാനിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ അത് പാടില്ല. അതെ അവിടെ ഓടി വരുന്നുണ്ടല്ലോ. എന്നറിയേ ഓടി വന്നേ? മഴയത്ത് നീ എന്തിനാ ഓടി വന്നത്? മഴേനെ പൊക്കോ. അല്ലെങ്കിൽ ഈ മാവിൻ്റെ അടിക്ക് പോയി എന്തെങ്കിലും അടിയിൽ പോയി മാവിൻ്റെ അടിയിൽ പോയിരിക്കും. നിനക്കല്ല പനി വന്നിട്ടാണ് എരുമിയാ അങ്ങനെ മാറിക്കടി. ഇതിനത്തിരി വെള്ളം ഒഴിച്ചു നോക്കട്ടെ, അത് വാടും. ഇപ്പം നടന്നേരില്ല, മഴ പെയ്ത് കഴിഞ്ഞാലേ. വെച്ചിടോ. അവിടെ ഒന്നോ കുഴപ്പമില്ല. വാഴയുടെ അടിയിലൊന്നോ അടിയിൽ വയ്ക്കാം. അയ്യോ മഴ വന്നു. ഓടാം, നമുക്ക് വീട്ടിലേക്ക് ഓടാ. നിങ്ങൾക്ക് കോഴിമുട്ട വേണ്ട? കോഴിമുട്ട വേണ്ട? എൻ്റെ വില എടുക്കണ്ട? ഇനിയിപ്പോൾ ഒന്നും എടുക്കണില്ലേ? ഓടാം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഓടുകയാണ്. മഴ കൊള്ളാൻ പറ്റില്ലേ? ഇപ്പം മഴ കൊണ്ട് കഴിഞ്ഞാലേ നമുക്ക് പനി വരും.